അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകപ്പെടുന്ന ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചാണ്. ഇൻഷാ അല്ലാഹ് ഈ സൂറത്ത് നിങ്ങൾ ഓതിയാൽ അല്ലാഹു സാമ്പത്തികപരമായ നല്ല ഉയർച്ച നൽകുന്നതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് രോഗങ്ങൾക്ക് പടച്ചവൻ ശിഫ നൽകുന്നതാണ്. ഈ സൂറത്ത് ഓതിയിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലഘട്ടത്തിൽ സഹാബാക്കൾ രോഗങ്ങൾ വരെ ശിഫയാക്കിയിട്ടുള്ള ഒരു ചെറിയ സൂറത്തിനെ കുറിച്ചിട്ടാണ്. മാത്രമല്ല മഹത്തുക്കളായ പണ്ഡിതന്മാർ പറഞ്ഞു തന്നതുപോലെ ഈ സൂറത്ത് നമ്മൾ പാരായണം ചെയ്താൽ ഒരുപാട് അനുഗ്രഹങ്ങൾ അല്ലാഹു സാമ്പത്തിക ഉയർച്ച അല്ലാഹു നൽകുന്നതാണ്. സമ്പത്തിൽ അല്ലാഹു അഭിവൃദ്ധി നൽകുന്നതാണ്. ദാരിദ്ര്യത്തെ അല്ലാഹു ഇല്ലാതാക്കുന്നതാണ്. അതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സിഹ്റുകളിൽ നിന്ന് മരണങ്ങളിൽ നിന്ന് അല്ലാഹു കാക്കപ്പെടുന്ന ഒരു മഹത്തായ സൂറത്താണ്. എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, ഞാൻ ഇന്ന് പറഞ്ഞു തരാൻ പോകുന്നത് ഒരു ചെറിയ സൂറത്തിനെ പറ്റിയാണ്. നിങ്ങൾക്കെല്ലാം മനഃപ്പാഠമുള്ള ഒരു സൂറത്താണ്. ഈ സൂറത്ത് നിങ്ങൾ 7 വട്ടം ഓതിയാൽ അല്ലാഹു ധാരാളം അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് നൽകുന്നതാണ്. മാത്രമല്ല ഈ സൂറത്ത് ഓതിയിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ കാലഘട്ടത്തിൽ സഹാബാക്കൾ രോഗങ്ങൾ വരെ ശിഫയാക്കിയിട്ടുണ്ട്. അതുമാത്രമല്ല ധാരാളം അനുഗ്രഹങ്ങളുണ്ട്. ഇത് ഓതുന്നവരുടെ കടങ്ങൾ അല്ലാഹു വീട്ടി കൊടുക്കുന്നതാണ്. മാത്രമല്ല ശൈത്താന്റെ ഉപദ്രവത്തിൽ നിന്ന് സിഹ്റിൽ നിന്ന് അല്ലാഹു ഖാലിഖായ റബ്ബ് സുബ്ഹാനഹു വ തആല അവരെ കാക്കുന്നതാണ്. ഞാൻ ഇന്ന് പറയാൻ പോകുന്ന ഒരു ചെറിയ സൂറത്തിനെ പറ്റിയാണ്. നാം ഈ സൂറത്തിനെ നിയ്യത്ത് ചെയ്തുകൊണ്ട് നല്ല ഇഖ്ലാസോടെ മനസ്സിരുത്തി നമ്മുടെ ആഗ്രഹങ്ങൾ പറഞ്ഞുകൊണ്ട് ഇടയിൽ ആരോട് സംസാരിക്കാതെ 7 ദിവസം ഓതുകയാണെങ്കിൽ നമ്മുടെ മനസ്സിലെ എല്ലാ ആഗ്രഹങ്ങളും അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ സാക്ഷാൽ ഇബ്ലീസ് പോലും വാവിട്ട് കരഞ്ഞു പോയ എത്രത്തോളം പവറുള്ള ഒരു സൂറത്താണ്. നിയ്യത്താക്കി നമ്മൾ 7 ദിവസം ഓതിയാൽ നമുക്ക് അല്ലാഹു ഒരുപാട് ഐശ്വര്യങ്ങൾ നൽകപ്പെടുന്നതാണ്. ഇത് ഓതാൻ കൂടുതൽ സമയമൊന്നും വേണ്ട. കൂടിയാൽ ഒരു 10 മിനിറ്റ് മതി. ഒരിക്കൽ സഹാബാക്കൾ ഒരു യാത്ര പോയപ്പോൾ വഴിമധ്യേ നാട്ടുകാരോട് അല്പം ഭക്ഷണം തരാൻ പറഞ്ഞു. പക്ഷേ അവർ ഭക്ഷണം കൊടുത്തില്ല. ആ നാട്ടുകാർ ഭക്ഷണം കൊടുക്കാൻ തയ്യാറായില്ല. കുറച്ചു കഴിഞ്ഞപ്പോൾ ആ നാട്ടുകാരിൽ നിന്ന് ഒരാൾ വന്നിട്ട് ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ആർക്കെങ്കിലും മന്ത്രിക്കാൻ അറിയാമോ? കാരണം നമ്മുടെ ഗോത്രത്തലവന് വിഷജീവിയുടെ കടിയേറ്റിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ കാല് വീർത്ത് വരികയാണ്. അപ്പോൾ ആ സഹാബാക്കൾ പറഞ്ഞു, അതേ ഞങ്ങളുടെ കൂട്ടത്തിൽ മന്ത്രിക്കാൻ അറിയാവുന്ന ആൾക്കാരുണ്ട്. പക്ഷേ അങ്ങനെ അങ്ങ് മന്ത്രിച്ചു തരാൻ പറ്റില്ല. കാരണം നമുക്ക് വിശന്നപ്പോൾ ഒരല്പം ഭക്ഷണം തരാത്ത മനുഷ്യരാണ് നിങ്ങൾ. ഒരു മാനുഷിക പരിഗണന പോലും നിങ്ങൾ ഞങ്ങളോട് കാണിക്കാത്തവരാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അങ്ങനെ മന്ത്രിച്ചു തരാൻ പെട്ടെന്ന് മന്ത്രിച്ചു തരാൻ ഞങ്ങൾക്ക് താല്പര്യമില്ല. കാരണം ഒരു മാനുഷിക പരിഗണന വെച്ച് ഒരു യാത്രക്കാരൻ നമ്മളോട് ഭക്ഷണം ആവശ്യപ്പെട്ടാൽ നമ്മൾ കൊടുക്കേണ്ടതുണ്ട്. അവ സഹാബാക്കൾ പറഞ്ഞു, ഞങ്ങൾ അല്പം ഭക്ഷണം ചോദിച്ചപ്പോൾ നിങ്ങൾ ഞങ്ങൾക്ക് ഭക്ഷണം തന്നവരല്ല. അതുകൊണ്ട് വെറുതെ ഞങ്ങൾ വന്ന് മന്ത്രിച്ചു തരുകയില്ല. ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഹദിയ നിങ്ങൾ തരണമെന്ന് പറഞ്ഞു. ആ സമയത്ത് അവർ പറയുകയാണ്, നിങ്ങൾക്ക് ഞങ്ങളൊരു ഹദിയ തരാം. നിങ്ങളിൽ ആരെങ്കിലും മന്ത്രിക്കാൻ അറിയുന്നവർ ഞങ്ങളോടൊപ്പം വരണം. കാരണം ഞങ്ങളെ ഗോത്രത്തലവന്റെ ഒരു വിഷജീവിയുടെ വിഷമേറ്റിട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങളത് മന്ത്രിച്ച് ഓതി തരണം, ആ വിഷമിറങ്ങാൻ വേണ്ടിയിട്ട്. അങ്ങനെ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, സഹാബാക്കളിൽ ഒരാൾ പോവുകയാണ്. അവിടെ ചെന്നിട്ട് ആ സഹാബി മന്ത്രിച്ചു കൊടുക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്ക്, ഈ ചെറിയ സൂറത്ത് ഓതി മന്ത്രിച്ചപ്പോൾ ആദ്യ പ്രാവശ്യം തന്നെ മന്ത്രിച്ച സമയത്ത് അദ്ദേഹത്തിന്റെ രോഗം ശിഫയാവുകയാണ്. വിഷജീവിയുടെ വിഷമേറ്റ് കാല് വീർത്ത് വന്ന ആ മനുഷ്യന്റെ രോഗം ഈ സഹാബി ഒറ്റ പ്രാവശ്യം ഈ ചെറിയ സൂറത്ത് ഓതിയപ്പോൾ തന്നെ ആ കാലിന്റെ വീർപ്പ് മാറി, ആ കാലിന്റെ നീര് മാറി, ആ കാല് പഴയ രൂപത്തിൽ വരികയാണ്. സുബ്ഹാനല്ലാഹ്, നിങ്ങൾ നോക്കണം ഈ സൂറത്തിന്റെ എത്രത്തോളം എന്ന്. ആ സൂറത്താണ് സൂറത്തുൽ ഫാത്തിഹ. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന സൂറത്താണ്. ഒരുപാട് ഇതിന്റെ ഗുണങ്ങൾ ഇൻഷാ അല്ലാഹ് ഞാൻ പിറകെ പറയുന്നുണ്ട്. ആ സൂറത്തുൽ ഫാത്തിഹ ഞാൻ ഓതിത്തരാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അർറഹ്മാനിർ റഹീം മാലികി യൗമിദ്ദീൻ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ ഇഹ്ദിനസ് സിറാത്തൽ മുസ്തഖീം സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലല്ലാഹ്. അങ്ങനെ ഈ സഹാബി അങ്ങനെ ഈ ഫാത്തിഹ ഓതി ഒരു പ്രാവശ്യം അദ്ദേഹത്തിന്റെ കാലിലേക്ക്
ഓതി മന്ത്രിച്ചപ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ കാല് സുഖപ്പെടുകയും ആ നീര് കുറയാൻ തുടങ്ങുകയും ചെയ്തു. അങ്ങനെ അവർക്ക് വലിയ സന്തോഷമായി. അവരങ്ങനെ ആ സഹാബാക്കൾക്ക് കുറച്ച് ആടുകൾ സമ്മാനമായി കൊടുക്കുകയാണ്. ഈ സൂറത്ത് ഒരു പ്രാവശ്യം ഊതിയപ്പോൾ തന്നെ വിഷാംശങ്ങൾ മുഴുവൻ ഇറങ്ങാൻ തുടങ്ങി. വീർത്ത് വന്ന കാല് അൽഹംദുലില്ലാ പഴയ രൂപത്തിലായി. ആ മനുഷ്യന്റെ രോഗം മാറുകയാണ്. നോക്കണേ സുഹൃത്തുക്കളെ, ഈ സൂറത്തിന്റെ പവർ ഒരു പ്രാവശ്യം ഓതിയപ്പോഴേക്കും അദ്ദേഹത്തിന്റെ അസുഖം ഭേദമാവുകയാണ്. സന്തോഷം കൊണ്ട് ആ ഗോത്രത്തിലുള്ളവർ ആ സഹാബാക്കൾക്ക് യാത്രയപ്പ് നൽകുകയാണ്. 30 പേരുണ്ടായിരുന്നു. 30 പേരെ പരിഗണിച്ച് 30 ആടുകളെ അവർക്ക് നൽകി. 30 ആടുകളുമായ സഹാബി തിരിച്ചു പോകുമ്പോൾ സഹാബാക്കൾ വളരെ തഖ്വയുള്ളവരാണ്. അവർ 2 പക്ഷമായി ഖുർആൻ ഓതി മന്ത്രിച്ചതിന് പകരമായി നമുക്ക് ഈ ആടിനെ സ്വീകരിക്കാൻ പറ്റുമോ? മറ്റേ കൂട്ടർ പറഞ്ഞു ഖുർആൻ മന്ത്രിച്ചതിന്റെ ഫലമായി പകരം വാങ്ങുന്നതിന് ഒരു കുഴപ്പവുമില്ല. വഴിമധ്യേ വിശപ്പ് സഹിക്കാനാകാതെ ആടുകളെ അറുത്ത് പാചകം ചെയ്ത് വയറു നിറച്ച് ഭക്ഷണം കഴിച്ചവരുമുണ്ട്, അല്പമാത്രം കഴിച്ചവരുമുണ്ട്. അങ്ങനെ ഒരു മദീനയിൽ എത്തിയപ്പോൾ അല്ലാഹുവിന്റെ റസൂലിന്റെ അടുക്കലേക്ക് അവർ ഓടുകയാണ്. എന്നിട്ട് ഹബീബായ നബി തങ്ങളോട് പറയുകയാണ്, അല്ലാഹുവിന്റെ റസൂലേ, ഞങ്ങൾ വഴിമധ്യേ ഈ നടന്ന സംഭവങ്ങളെല്ലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറയുകയാണ്. അങ്ങനെ ഞങ്ങൾ മന്ത്രിച്ചതിന് പകരമായി നമുക്ക് 30 ആടുകളെ കിട്ടി. ആ സമയത്ത് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, ഖുർആൻ ഓതി മന്ത്രിച്ചതിന് പകരം വാങ്ങിയത് അതൊരു കുഴപ്പവുമില്ല. മാത്രമല്ല, ഒരു മനുഷ്യന്റെ രോഗത്തെ നിങ്ങൾ ശിഫയാക്കുകയും ചെയ്തു. ആ ഖുർആൻ കൊണ്ടൊരു മനുഷ്യന് നിങ്ങൾ ആശ്വാസം നൽകുകയും ചെയ്തു. അതുകൊണ്ട് ഖുർആൻ ഓതി മന്ത്രിച്ചതിന് കിട്ടിയ ഫലം അത് നല്ലത് തന്നെയാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുന്നത്, പരിശുദ്ധ ഖുർആൻ ഓതി ചികിത്സ നടത്തിയിട്ട് നിങ്ങൾ മേടിച്ച പൈസയ്ക്ക് യാതൊരു കുഴപ്പവുമില്ല, നല്ല ബർക്കത്തുള്ള പൈസയാണ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മോമിനികളെ, ഞാൻ പറഞ്ഞത് ഈ സൂറത്തിന്റെ ഒരു മഹത്വമാണ്. ഇൻഷാ അല്ലാഹ് നമുക്ക് നോക്കാം. ഒരുപാട് മഹത്വം ഈ സൂറത്തിനുണ്ട്. ഈ സൂറത്തിന്റെ മഹത്വത്തെ കുറിച്ച് മഹാരഥന്മാരായ പണ്ഡിതന്മാർ ഒരുപാട് പറഞ്ഞു തന്നിട്ടുണ്ട്. അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു സൂറത്താണ്. അള്ളാഹുവിനെ പുകഴ്ത്തുകയും വാഴ്ത്തുകയും ചെയ്യുന്ന ഒരു മഹത്തായ സൂറത്താണ്. അള്ളാഹുവിന് വലിയ ഇഷ്ടമുള്ള കാര്യമാണ്. അതുകൊണ്ട് ഈ സൂറത്ത് നിങ്ങൾ ആരോടും സംസാരിക്കാതെ ഈ സൂറത്ത് ഓതിയിട്ട് അള്ളാഹുവിനോട് നിങ്ങൾ ദുആ ചെയ്താൽ, അള്ളാഹുവിനോട് നിങ്ങൾ തേടിയാൽ നിങ്ങളുടെ ആവശ്യങ്ങൾ അള്ളാഹു നിറവേറ്റി തരും. അതുപോലെ തന്നെ സിഹ്ർ, കണ്ണേർ, പൈശാചിക ഉപദ്രവങ്ങൾ ഇവയൊക്കെ ഉള്ളവർ ഈ സൂറത്ത് ധാരാളം ഓത്. അള്ളാഹു അങ്ങനെയുള്ള രോഗങ്ങൾ നിന്നൊക്കെ അള്ളാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ പല തടസ്സങ്ങളും ഉണ്ടാകുന്നത് എന്തുകൊണ്ടിട്ടാണ്? സിഹ്ർ, കണ്ണേർ, മാരണങ്ങളൊക്കെ ഉള്ളത് കൊണ്ടിട്ടാണ്. അപ്പൊ ഈ സൂറത്ത് നിങ്ങൾ അധികരിപ്പിച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അവകളൊക്കെ അല്ലാഹു മാറ്റുന്നതാണ്, എന്നൊക്കെ അല്ലാഹു രക്ഷപ്പെടുത്തുന്നതാണ്. അതുപോലെ ഈ സൂറത്ത് ഓതുന്നവർക്ക് ഇബാദത്ത് ചെയ്യാൻ മടിയുണ്ടെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ മടിയും ക്ഷീണവും ഒക്കെ മാറ്റുന്നതാണ്. ഈ സൂറത്ത് ഇങ്ങനെ ഓതി വന്നാൽ അതെല്ലാം മാറി എല്ലാ പൈശാചിക ഉപദ്രവങ്ങളും മാറിപ്പോകുന്നതാണ്. ഈ സൂറത്ത് ഓതേണ്ടത് സുബഹി നമസ്കാരം കഴിഞ്ഞ് അതിനുശേഷമുള്ള ദിക്റുകളും അദ്കാറുകളൊക്കെ. സാധാരണ സുബഹി നമസ്കാരം കഴിഞ്ഞ് നമ്മളെ കുറച്ച് ദിക്ർ ചൊല്ലുമല്ലോ, ആ ദിക്റുകളും അദ്കാറുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മുടെ മനസ്സിൽ എന്താണ് ആഗ്രഹമുള്ളത്, ആ ആഗ്രഹം മനസ്സിൽ കരുതിയിട്ട് ഈ സൂറത്തിന്റെ ബർക്കത്ത് കൊണ്ട് അല്ലാഹ് നീ എന്റെ ആഗ്രഹം സാധിപ്പിച്ചു തരണേ അല്ലാഹ്, ഇങ്ങനെ മനസ്സിൽ കരുതിയിട്ട് നീയത്ത് വെച്ചിട്ട് ഈ സൂറത്ത് ഇടയിൽ സംസാരിക്കാതെ 7 വട്ടം ഓതുക. ഇങ്ങനെ 7 ദിവസം ഓതിയാൽ ഇൻഷാ അല്ലാഹ് നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു നിറവേറ്റി തരുന്നതാണ്. ഒരുപാട് പേര് കടമുള്ളവരുണ്ട്, ഭവനമില്ലാത്തവരുണ്ട്, അതുപോലെ തന്നെ ജീവിതത്തിന്റെ പല മേഖലകളിലും പ്രയാസപ്പെടുന്നവരുണ്ട്, ദാരിദ്ര്യം കൊണ്ട് വലയുന്നവരുണ്ട്, കച്ചവടത്തിൽ ബർക്കത്തില്ലാത്തവരുണ്ട്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, ഈ സൂറത്ത് നിങ്ങൾ ഇങ്ങനെ പാരായണം ചെയ്ത് നോക്കുക. അല്ലാഹു വലിയ വിജയങ്ങൾ നൽകുന്നതാണ്. പടച്ചവനെ, ഞങ്ങളുടെ മുന്നിലുള്ള സകല തടസ്സങ്ങൾ നീ നീക്കണേ അല്ലാഹ്.
നിന്റെ പരിശുദ്ധ ഖുർആൻ ധാരാളം പാരായണം ചെയ്യുന്നവരാണ് റബ്ബേ. ഞങ്ങളെ ഇരുലോക വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ സയ്യിദിനാ മുഹമ്മദ് വഅലാ ആലി സയ്യിദിനാ മുഹമ്മദ്. അല്ലാഹുമ്മ ഇഗ്ഫിർ ലനാ വലിവാലിദീനാ വലിമശായിഖിനാ റബ്ബി റഹ്മഹുമാ കമാ റബ്ബൗനാ സഗീറാ. അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടതെല്ലാം ഒരു സാലിഹായ അമലാക്കണേ അല്ലാഹ്. ഇതെല്ലാം ഇരുലോക വിജയികളെ കൂട്ടത്തിലെത്താൻ ഒരു കാരണമാക്കണേ അല്ലാഹ്. ഞങ്ങളുടെ മനസ്സിലുള്ള ഹലാലായ മുറാദുകളെ സാധിപ്പിച്ചേരണേ അല്ലാഹ്. രോഗം കൊണ്ട് വലിയവരുടെ രോഗം ശിവയാക്കണേ പടച്ചവനെ. ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ട എല്ലാവർക്കും നീ മാഫിയണേ അല്ലാഹ്. ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ കടങ്ങളൊക്കെ വീട്ടണേ അല്ലാഹ്. ഞങ്ങൾ ആരെയും കടക്കാരായി മരിപ്പിക്കില്ലേ അല്ലാഹ്. ഞങ്ങളുടെ കൂട്ടത്തിൽ ഭവനമില്ലാത്തവരുടെ ഭവനം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ ഭവനങ്ങളിൽ പണി നടക്കുന്ന പടച്ചവരെ പെട്ടെന്ന് എല്ലാ പണികളും പൂർത്തിയാക്കി സന്തോഷത്തോടെ താമസിക്കാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളെ സഹായിക്കുന്നവരെ നീ സഹായിക്കണേ പടച്ചവരെ. കിഡ്നി രോഗം, ബ്രെയിൻ ട്യൂമർ, കുഷ്ഠം, ക്യാൻസർ പോലെയുള്ള സകല രോഗങ്ങളിൽ നിന്ന് അവരെയും ഞങ്ങളെയും നീ കാക്കണേ അല്ലാഹ്. ഭവനങ്ങളിൽ വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാഹ്. എത്രയോ മക്കൾ വിവാഹപ്രായത്തിൽ നിൽക്കുന്ന സാലിഹീങ്ങളായി ഇണകളെ നൽകണേ അല്ലാഹ്. ജോലിയില്ലാത്തവർക്ക് ജോലി നൽകണേ അല്ലാഹ്. ദാരിദ്ര്യമെന്ന വിപത്തിൽ നിന്ന് ഞങ്ങളെ കാക്കണേ അല്ലാഹ്. കേസുകളിൽ നിന്ന്, കള്ളക്കേസുകളിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. മക്കളില്ലാത്തവർക്ക് മക്കളെ നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ മക്കളെ ആലിമീങ്ങളും സാലിഹീങ്ങളും പണ്ഡിതന്മാരും ഉദ്യോഗസ്ഥന്മാരും മാതാപിതാക്കൾക്ക് നാട്ടുകാർക്കെല്ലാം ഉപയോഗമുള്ള നല്ല മക്കളെ ഹാഫിളീങ്ങളൊക്കെ ആക്കണേ പടച്ചവരെ. അല്ലാഹുവേ, ഈ ഭൂമിയിൽ എന്തെല്ലാം അനുഗ്രഹങ്ങൾ നൽകിയിട്ടുള്ളതിലെല്ലാം ബർക്കത്ത് നൽകണേ അല്ലാഹ്. പടച്ചവരെ, പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജ് ഞങ്ങളിലേക്ക് കടന്നു വരികയാണ് പടച്ചവരെ. ഞങ്ങൾക്ക് ഒരുപാട് പ്രാവശ്യം ഹജ്ജ് ഉംറയൊക്കെ ചെയ്യാനുള്ള ഭാഗ്യം നൽകണേ അല്ലാഹ്. ഞങ്ങളുടെ യാത്രകളൊന്നും അവസാനത്തെ യാത്രയാക്കില്ല അല്ലാഹ്. ആഫിയത്തുള്ള ദീർഘായുസ്സ് നൽകണേ അല്ലാഹ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ. അല്ലാഹുമ്മ സ്വല്ലി വസല്ലിം വബാരിക് അലൈഹി.